ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സൺഡേ ആയിട്ട് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ യാത്ര, ഇന്ന് രാവിലെ കനത്ത മഴയായിരുന്നു. ഈ മഴയത്ത് എൻ്റെ യാത്ര തിരുവനന്തപുരം സൂവിലേക്കായിരുന്നു. പെരുമഴയത്ത് ഞാൻ യാത്ര തിരിച്ചു. അങ്ങനെ ഏതാണ്ട് ഒരു ഉച്ച സമയമായപ്പോഴത്തേന് ഞാൻ അങ്ങ് തിരുവനന്തപുരത്തെത്തി. 2:30 മണിയെങ്കിലുമായി. അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുമ്പിലെത്തി. 40 രൂപയാണ് മുതിർന്നവർക്ക് ടിക്കറ്റ് ചാർജ്. ഇത് നമ്മളങ്ങോട്ട് പ്രവേശിക്കുന്ന ഭാഗങ്ങളാണ്. നല്ല കിടിലം ചെടികളും പുൽത്തകിടിയും മരങ്ങളും എല്ലാം മ്യൂസിയത്തിൻ്റെ ആ ഭാഗത്ത്, ആ കോമ്പൗണ്ടിൽ ഇങ്ങനെ വളർന്നു നിൽപ്പുണ്ട്. ഒറ്റ ഒരാൾ പോലും ആ മ്യൂസിയത്തിൻ്റെ ഈ മരച്ചുവട്ടിലൊന്നും ഇരിപ്പില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു. മഴ പെയ്ത് ഞാൻ അവിടെ ചെന്ന സമയത്ത് അവിടെ നല്ല തോർന്ന് നിന്നു, നല്ല വെയിലും കണ്ടു. എനിക്ക് കാണുന്നതിനുള്ള സൗകര്യം ഒരുക്കിയതുപോലെ തോന്നി. അങ്ങനെ ഞാൻ പോകുന്ന ഓരോ ആദ്യം ചെന്ന ഉടനെ തന്നെ നമ്മൾ കാണുന്നത് മങ്കീസിനെയാണ്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് കാട്ടുപോത്തും ഉണ്ട്. ഇവർ രണ്ടിനെയാണ് നമ്മൾ ആദ്യം കാണുന്നത്. വീഡിയോ തിരുവനന്തപുരംകാരൊന്നും കാണണ്ട, കാരണം ഇവരെപ്പോഴും കയറി ഇറങ്ങി കാണുന്നതായിരിക്കാം. ഒരുപക്ഷെ കണ്ടിട്ടില്ലാത്തവരും കാണും. അപ്പോൾ ഈ മരത്തിൽ ഇഷ്ടം പോലെ മങ്കീസ് ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നുണ്ട്. ഏതോ ഒരു ഫ്രൂട്ട് അതിൽ നിറച്ച് പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ തുള്ളിച്ചാടി കളിക്കുന്നുണ്ട്. കൂടുകളെല്ലാം പുതിയതായിട്ട് നിർമ്മിക്കപ്പെട്ടതാണ്. കാണാത്ത കൂട്ടുകാർ കാണുക. ഇതിനകത്തൊന്നും ഒരു പക്ഷികളും മൃഗങ്ങളും ഇല്ല. പുതിയ കൂടാണ്. ഇനി ഇവയിലൊക്കെ ഓരോരുത്തരെയും കൊണ്ടുവന്ന് ഇടും. അവിടെ സൂവിൽ താഴെ തന്നെ 4 ചക്ക പിടിച്ച് നിൽക്കുന്നത് കണ്ടോ? ചുവട്ടിൽ നിൽക്കുന്നത് ഈ പക്ഷിയെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. വളരെ വിശേഷപ്പെട്ട ഒരു പക്ഷിയാണ്. യമുനാന്ന് തോന്നുന്നു ഇതിൻ്റെ പേര്. ഒരുപാട് കൂടുകളിൽ പക്ഷികൾ വളരെ കുറവാണ്. മുൻപ് ഈ എല്ലാ കൂടുകളിലും നിറച്ച് പക്ഷികളും കലപില ശബ്ദവും എല്ലാത്തിൻ്റെയും അലപ്പായിരുന്നു നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത്. തത്തയും എല്ലാം കിടന്നങ്ങ് ബഹളമായിരുന്നു. ഈ പാവപ്പെട്ട ഈ പക്ഷികൾ ഇരിക്കുന്നത് കണ്ടോ? ഇതൊരു തടാകത്തിനകത്ത് സ്ഥാപിച്ചിട്ടുള്ള ഈ മരത്തിൽ ഈ പക്ഷികളെല്ലാം ഇരുന്ന് ഉറങ്ങുകയും തിന്നുകയും അതിൻ്റെ താഴത്തെ ആ വെള്ളത്തിൽ നിന്ന് മീൻ കൊത്തി തിന്നുകയും എല്ലാം ചെയ്യുന്ന മനോഹരമായ കാഴ്ച നമുക്കിതിൻ്റെ സൈഡിലെല്ലാം നിന്ന് ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ട്. ആ ഗ്രില്ലിലൂടെയും അല്ലാതെയും നമുക്ക് അവിടെ ഇരുന്ന് കണ്ടാസ്വദിക്കുന്നതിനുമുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് തിരുവനന്തപുരം സൂ ആണ്. കാണാത്ത കൂട്ടുകാർ കാണുക. മിക്കപ്പോഴും ഇത് അധികം ആളുകൾ തിരുവനന്തപുരംകാരായിരിക്കും കൂടുതലും കണ്ടിട്ടുള്ളത്. പിന്നെ അതർ ജില്ലക്കാർ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാ പക്ഷികളും അവരവരുടേതായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പേരെല്ലാം താഴെ മീൻ കൊത്തി കഴിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നു. മിക്കപ്പോഴും ഇവ ഉറക്കം തൂങ്ങിയിരിക്കുന്നതായിട്ടാണ് നമ്മൾക്ക് തോന്നുന്നത്. നല്ല ആക്റ്റീവായിട്ടല്ല, എല്ലാം ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നതാണ് കാണുന്നത്. അതുപോലെ തന്നെ മീനെല്ലാം കൊത്തി തിന്നുന്നുണ്ട്. കുറേ ഇങ്ങനെ റൗണ്ട് അടിച്ച് നമുക്ക് കാണാനുണ്ട് ഈ പക്ഷികൾ ധാരാളം ഉള്ള പക്ഷികളാണ്. ബാക്കിയെല്ലാം കുറവാണ്. ഇവിടെ അങ്ങ് ദൂരെയായിട്ട് ഒരു പറ്റം താറാവ് കൂട്ടങ്ങൾ നീന്തി വരുന്നത് കണ്ട. ഇങ്ങനെയുള്ള ജലാശയങ്ങളാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നീന്തി വരുന്ന കിടിലം കാഴ്ച എല്ലാ കൂട്ടുകാരും കാണുക. ഇതൊക്കെ എപ്പോഴും കാണാൻ കിട്ടുന്നതല്ല. അടിപൊളി, എന്ത് മനോഹരമാണെന്ന് നോക്കിയാണ് ആ താറാവുകൾ ഇങ്ങനെ നീന്തി തുടിക്കുന്നത്. അരയന്നങ്ങളെ പോലെ തോന്നിക്കുന്നു. അരയന്ന ആണോ എന്ന് തന്നെ സംശയം. ഞാൻ അവിടെ നിന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. മഴ ആയത് കാരണം ഈ താഴോട്ട് ആരും അങ്ങനെ ഇറങ്ങുന്നില്ല. എല്ലാവരും കണ്ടങ്ങ് പോവുകയാണ്. ഇത്രയും മഴ പെയ്തെങ്കിലും സൂവിൽ ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ട്. കുട്ടികളും ഒരുപാട് വണ്ടിയിലൊക്കെ വന്ന് എല്ലാവരും കാണാനുണ്ട്. മ്യൂസിയത്തിൻ്റെ ആ ഇരിക്കുന്ന അവിടെയാണ് അധികം ആരും ഒറ്റ ആളും ഇല്ലാതിരുന്നത്. കാരണം മഴ പെയ്ത് നനഞ്ഞു കിടക്കുന്ന സ്ഥലമായതുകൊണ്ട്. ഇവിടെയാണ് നമ്മുടെ കരടിക്കുട്ടൻ കാണുന്നത്. കരടിക്കുട്ടനല്ല ഇവിടെ കാണുന്നത്. ഒരു പക്ഷിയെയും ഇവിടെ കാണാം. ഇതിനെ ഒരു വെറൈറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഏത് പക്ഷിയാണെന്നറിയാൻ വയ്യ. താഴെ ഒരു നീർനായ
വളർത്തുന്ന സ്ഥലമുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഇപ്പോൾ കണ്ട സ്ഥലത്ത് നീർനായ് ആണ് കാണുന്നത്. അതിനെ അവിടെ ഞാൻ കണ്ടില്ല, കാരണം റൗണ്ട് ചെയ്ത് നമ്മൾ നടന്ന് നോക്കണം. അപ്പോൾ മാത്രമേ അവ എവിടെ ഇരിക്കുന്നു എന്ന് കാണാൻ പറ്റൂ. ഇവിടെ എന്താണെന്ന് നമുക്ക് നോക്കാം. തോണ്ട കരടി കണ്ട ഒരെണ്ണം, പക്ഷേ ഇങ്ങോട്ട് ഇറങ്ങി വന്നില്ല. അത് അങ്ങ് ദൂരെയായിട്ടാണ് നിൽക്കുന്നത്. വലിയ നല്ല കനത്ത് മുഴുത്ത് തുടുത്ത ഒരു കരടിക്കുട്ടനുണ്ട്. ഇത് മുമ്പേ ഉള്ളതാണ്. നല്ല രസമാണ്. നല്ല ഒരു വനത്തിലൂടെ പോകുന്നത്. ഈ മുളം ചെടികളാണ് ഇവിടുത്തെ ഏറ്റവും നല്ലൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. റെസ്റ്റിംഗ് പ്ലേസുകൾ അവിടെ എല്ലാം ഉണ്ട്. വെള്ളം കുടിക്കാം. നമ്മൾ ഗ്രൂപ്പായിട്ടൊക്കെ വരുവാണെങ്കിൽ എല്ലാവർക്കും ഇരുന്ന് റെസ്റ്റ് എടുക്കാനുമുള്ള സ്ഥലമുണ്ട്. താണ്ട ഈ കമ്പിവേലി പോലെ കെട്ടി, ഇതെല്ലാം ഇപ്പോഴും പുതിയതായിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. മുമ്പ് ഇതില്ലായിരുന്നു. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ചില ഭാഗങ്ങളൊക്കെ പുതിയ കൂടുകളൊക്കെ സ്ഥാപിച്ച്, ചിലയിടത്തൊക്കെ ഇതുപോലെ വേലിയൊക്കെ കെട്ടി തിരിച്ച്. പക്ഷികൾ തീരെ കുറവാണ്. ഇതൊന്നും അല്ലായിരുന്നു അവിടുത്തെ പക്ഷികൾ. ഇഷ്ടം പോലെ പക്ഷികളുണ്ടായിരുന്നു. ഈ പക്ഷികളെല്ലാം എങ്ങോട്ട് പോയാന്തോ. ഇത് ഒരു പാവം പക്ഷിയാണ്. കണ്ടാ നിങ്ങൾ, ഒട്ടകപ്പക്ഷിയെ പോലുണ്ട്. അങ്ങ് വയസ്സായി. എനിക്ക് പോസ്റ്റ് ചെയ്ത് എനിക്ക് അവിടെ ഫോട്ടോ എടുക്കാൻ ക്യാമറയ്ക്ക് മുമ്പിൽ പോസ് ചെയ്തതായിട്ടാണ് തോന്നിയത്. അതിൻ്റെ നിൽപ്പ് കണ്ടിട്ട് ഞാൻ അങ്ങനെ സ്പീഡിന് നടന്നു പോവുകയാണ്. കാരണം വീട്ടിൽ നിന്ന് വിളിക്കുകയും ചെയ്യുന്നുണ്ട്, പെട്ടെന്നിങ്ങി വരണം. അത് കാരണം മനസ്സിനകത്തങ്ങ് ധൃതിയാണ്. ഒരു മനസ്സമാധാനത്തോടു കൂടിയല്ല ഇതൊന്നും കാണുന്നത്. സ്പീഡിന് 2:30-3 മണിയായപ്പോഴത്തേന് വെപ്രാളമാണ്. 1 മണിക്കൂർ കൂടുതൽ ഇത് നടന്ന് കാണാനുണ്ട്. അപ്പോഴും ഞാനത് അരമണിക്കൂറെങ്കിലും കൊണ്ട് കണ്ടു തീർക്കണം. അപ്പോൾ അത്രയ്ക്ക് സ്പീഡിലാണ് എൻ്റെ നടത്തം. ഇതാണ് ഹിപ്പപ്പൊട്ടാമസ്. 2-3 എണ്ണം അവിടെ നിന്ന് മേയുന്നു. പുല്ലൊക്കെ കഴിക്കുന്നു. അതെല്ലാം കഴിക്കുന്നുണ്ട്. പുല്ല് തിന്നുന്ന കാഴ്ചയാണ്. ഇതിലെ വെള്ളത്തിലാണ് ഇവ കിടക്കുന്നത്. ഇവയുടെ വെള്ളത്തിലെ നീരാട്ട് കാണാൻ നല്ല രസമാണ്. നമ്മളെല്ലാവരും അവിടെ അങ്ങ് നോക്കി നിന്ന് പോകും. ഇവയെല്ലാം ഞാൻ മുമ്പൊക്കെ വരുമ്പോൾ വെള്ളത്തിൽ കിടക്കുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് കാണാൻ പോകുന്ന ആളാണ്. ദാണ്ടെ ഈ തടി കണ്ട, ഇതൊരു വെറൈറ്റി ആയിട്ട് ഇവിടെ പണിത് വെച്ചിരിക്കുന്നതാണ്. മുതലയുടെ തല പോലെയൊക്കെ നല്ല കൊത്തുപണി ഒക്കെ ചെയ്ത ആ തടിയിൽ നമുക്ക് ഭയങ്കര ഒരു അട്രാക്ഷനാണ്. കുട്ടികളൊക്കെ അതിൻ്റെ മുകളിൽ കയറിയിരിക്കും, മുതിർന്നവരും ഇരിക്കും. ഇതുകൊണ്ട് എല്ലാം കാണുന്നതാണ് നമ്മുടെ താരം. ഇതാണ് നമ്മുടെ കാണ്ടാമൃഗം. കാണ്ടാമൃഗത്തിൻ്റെ തൊലി വളരെ ഫേമസ് അല്ലേ? കാണ്ടാമൃഗത്തിൻ്റെ തൊലി കട്ടിയാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഇതോ കിടക്കുന്നു. ആൾ വെള്ളത്തിലാണ്, വെള്ളത്തിൽ റെസ്റ്റ് എടുക്കുന്നു. മുമ്പൊക്കെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുമായിരുന്നു. ഇന്ന് പക്ഷേ അവിടെ റെസ്റ്റ് എടുക്കുന്നതാണ് കണ്ടത്. അവിടെ എല്ലാം മഴ പെയ്ത് നല്ല തെളിവെള്ളം പോലെ കാണുന്നു. ഞാൻ ഒന്നും കഴിച്ചില്ല, ഇത്രയും സമയമായി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്ക് എങ്ങും പോയി ചോറൊന്നും കഴിക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് ഞാൻ ഒരു മുട്ട പപ്സും ഒരു ചായയും കുടിച്ചു. മുട്ട പപ്സ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. 40 രൂപയാണ് ഒരു ചായയ്ക്കും പപ്സിനും. ഞാനത് രണ്ടും കഴിച്ചു. അപ്പോഴത്തേനും ഞാൻ നല്ല ആക്റ്റീവായി. ഇവിടുത്തെ ഏതാണ്ട് ഈ കണ്ട മ്ലാവ് നിൽക്കുന്നത് കണ്ട, നല്ല കൊമ്പുള്ള കണ്ട കൊമ്പുള്ള മാനുകൾ നിൽക്കുന്ന കലമാൻ, എല്ലാ തരത്തിലുള്ള മാനുകളുമുണ്ട്. കൊമ്പുള്ളത് ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. ഇവയെല്ലാം പ്രത്യേകം ദാണ്ട ഈ പുള്ളി കണ്ട ഈ മാനുകൾ, പുള്ളിമാൻ, ഇവയെല്ലാം വേറെയും ആയിട്ടാണ് നിർത്തിയിരിക്കുന്നത്. ഇവയ്ക്ക് എപ്പോഴും ഇത് തന്നെ പണി. പ്ലാവല തിന്നുന്നു, വെള്ളം കുടിക്കുന്നു. വെള്ളം കുടിക്കാനായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ ദാണ്ട വീഡിയോ എടുത്ത് കണ്ടപ്പോൾ ഒരു പാവം മാൻ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. ദാണ്ട വെള്ളം അവിടെ അവർക്ക് കുടിക്കാനുള്ള ഇതത്തിന് തന്നെ കെട്ടി നിർത്തിയിരിക്കുകയാണ്. എല്ലാം അവിടെ ഇങ്ങനെ പ്ലാവില തിന്നുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷികൾ കുറവാണ്. ദാണ്ട ചിലപ്പോൾ പക്ഷികൾ വേറെ ഏതെങ്കിലും സൈഡിലുണ്ടായിരിക്കാം, നമ്മൾ കാണാഞ്ഞതും ആകാം. അതും കാണും. അതുകൊണ്ട് ആ പക്ഷികളൊക്കെ അതിൻ്റെ മുകളിലിരിക്കുന്നു. ഞാൻ പറന്ന് പോയി ഇതെല്ലാം കാണുന്നത് കൊണ്ടാണ് ഇത്ര പെട്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് സ്പീഡിന്
എനിക്ക് അവിടെ നിന്ന് നടന്ന് കാണുകയും വേണം, അതുപോലെ വീട്ടിൽ തിരിച്ചെത്തുകയും വേണം. ഇത് രണ്ടുമാണ് എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് മനസ്സമാധാനത്തോടെ അല്ല കണ്ടത്. എൻ്റെ അത്യധികമായ ആഗ്രഹം സൂ കാണുന്ന എത്ര പ്രാവശ്യം കണ്ടാലും മടുക്കത്തില്ല. എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഏറ്റവും കൂടുതൽ കണ്ട ഒരു സ്ഥലമാണ് ഈ സൂ എന്ന് പറയുന്നത്. എന്തോരം മോഡിഫിക്കേഷൻസ് ആണെന്നറിയാമോ. ഇതെല്ലാം പുതിയതായിട്ട് നിർമ്മിക്കപ്പെട്ട നിർമ്മിതികളാണ്. ഒരുപാട് ഗാർഡനിങ്ങും അതുപോലെ വാട്ടർഫാൾ പോലെയൊക്കെ അവിടെ കെട്ടി അവിടെ നിന്ന് വെള്ളമെല്ലാം അതിൻ്റെ മുകളിൽ നിന്ന് വീഴുന്ന വെള്ളച്ചാട്ടം പോലെയൊക്കെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ വെള്ളം അങ്ങനെ വന്ന് വീഴുന്നില്ല. അതിനെന്തെങ്കിലും തടസ്സം ഉണ്ടായിരിക്കാം. ഈ വഴിയൊക്കെ അതിമനോഹരമായിട്ടുണ്ട്. ഇതിൻ്റെ താഴെയായിട്ട് ഒരു വാഴ നിൽക്കുന്നു. വാഴ കണ്ടപ്പോൾ എൻ്റെ മനസ്സിനൊരു എന്തോ ഒരിത് കാര്യം. ഞാൻ കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുന്നു ഒരു വാഴത്തൈ വാങ്ങിക്കൊണ്ട് വന്ന് നടണമെന്ന്. എനിക്കെപ്പോഴും അത് എൻ്റെ ഒരു ആഗ്രഹമാണ്, എപ്പോഴും കൊണ്ട് നടണമെന്നുള്ളത്. ഒരു പാവം ഒരു ഒട്ടകപ്പക്ഷിയെപ്പോലെ ഒരെണ്ണം നിൽക്കുന്നു. ഇതാരാണെന്നറിയാലോ, മയിൽ. ഇതിങ്ങനെ പീലി വിടർത്തി. മുമ്പൊക്കെ ഞാൻ വരുമ്പോൾ മഴ സമയത്ത് ഇവയെല്ലാം പീലി വിടർത്തി കോന്നും പറഞ്ഞ് കിടന്ന് കൂവുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം അവിടെ ഇരുന്ന് അതിൻ്റെ പേനൊക്കെ ഇങ്ങനെ എടുത്ത് കളഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു. പീലി വിരിച്ച് നിൽക്കുന്നില്ല. ഇല്ല നിൽക്കുന്നത് വേറെ പീലി ഇല്ലാത്ത സൈസിൽ കണക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇത്രയാണ്. മുമ്പ് ഒരുപാട് മയിലുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്രയാണ് ഞാൻ കണ്ടത്. അങ്ങോട്ടൊക്കെ നിൽപ്പുണ്ട എന്തോ. ഇത്രയും മുമ്പ് ഒരുപാട് മയിലുകളുണ്ടായിരുന്നു. ഇനി വേറെ എവിടെയെങ്കിലും കൂട്ടിലുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാനിത് ഒന്ന് ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയ്ക്ക് കണ്ട കാര്യങ്ങളാണ്. കിടിലൻ ഗാർഡനിങ്ങാണ്. നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പുതിയതായിട്ടുള്ളതായിട്ടാണ് തോന്നുന്നത്. അത്രയ്ക്ക് നല്ല രസമാണ്. കുറേ സമയമെടുത്ത് വേണം ഇതെല്ലാം ആസ്വദിക്കാൻ. ഇത് ഞാൻ ഓടി നടന്ന് കണ്ടതാണ്. എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം. കാരണം എല്ലായ്പ്പോഴും നമുക്കിതൊന്നും സാധിക്കണമെന്നില്ല. നമുക്ക് പറ്റുമ്പോഴെല്ലാം ഇഷ്ടമുള്ള കാഴ്ചകൾ, ഇഷ്ടമുള്ള യാത്രകൾ നമ്മൾ ചെയ്യുക. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലുത്. തിരുവനന്തപുരം നഗരസഭ അങ്ങനെ ഞാൻ ഇതെല്ലാം കണ്ട് സ്പീഡിന് ഒരു എത്തിനോട്ടം നടത്തി പുറത്തിറങ്ങി. അന്നേരത്തേന് 3:50 10 മിനിറ്റ് കൊണ്ട് നടന്ന് ഞാൻ ബസ് സ്റ്റോപ്പിലോട്ട് പോവുകയാണ്. ഇവിടുന്ന് നടന്നൊരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ എത്താം. എല്ലാ സ്ഥലത്തേക്കും പോകുന്ന ബസ്സുകൾ നിർത്തുന്ന സ്റ്റോപ്പാണ്. സ്റ്റോപ്പിൻ്റെ പേര് ഞാൻ അങ്ങ് വിട്ടുപോയി. ഈ പാളയത്തു നിന്ന് നേരെ ഇറങ്ങി അങ്ങ് ഓപ്പോസിറ്റ് നിൽക്കുമ്പം പാളയം റോഡായത്. ഇത് വഴി ഞാനീ നടന്നു പോകുന്നത്. ഇവിടെ ഒരു മാസ്കറ്റ് ഹോട്ടലെന്ന് പറഞ്ഞൊരു ഭയങ്കര ഹോട്ടൽ അകത്തോട്ട് കാണുന്നുണ്ട്. ഞാൻ വഴിയോര കാഴ്ചകളും കൂടി നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് എടുക്കുകയാണ്. തിരുവനന്തപുരം എല്ലാവരും എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ അവിടെ തന്നെ ഉണ്ട്, ഫേസ്ബുക്ക് ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ടാറ്റാ.